ആന കേരളത്തിൽ നിന്നും ഒരു ഗജരാജൻ കൂടി വിടവാങ്ങി. നമ്മുടെ ഏവരുടെയും പ്രിയപ്പെട്ട യുവരാജകുമാരൻ കരിവന്തല ഗണപതി ആന കേരളത്തോട് എന്നേക്കുമായി വിട പറഞ്ഞു. 26 വയസ്സിനോടടുത്ത് പ്രായമുണ്ടായിരുന്നു. അരുണാചൽ പ്രദേശുകാരനായ ഇവനെ 2006 കാലഘട്ടത്തിൽ കീരങ്ങാട്ട് മനക്കാരാണ് കേരളക്കരയിലെത്തിച്ചത്. അവിടെ നിന്നും മനശ്ശേരി തറവാട്ടുകാർ സ്വന്തമാക്കി ഗണപതി എന്ന് പേര് നൽകി. ഏകദേശം 4 വർഷക്കാലത്തോളം അവൻ മനശ്ശേരി തറവാട്ടിൽ നിന്നു. അക്കാലത്താണ് കാളിദാസന് പിൻഗാമിയായ ഒരു ആന എന്ന സ്വപ്നം കരിവന്തലക്കാർക്കുണ്ടായത്. നല്ലൊരു ആനക്കുട്ടിയെ തപ്പി നടന്ന അവർ മനശ്ശേരിയിലെ കുട്ടിക്കൊമ്പനെ കണ്ടിഷ്ടമായി. 2012 അവനെ സ്വന്തമാക്കി കരിവന്തല ദേവിക്ക് നടയിരുത്തി. അന്ന് അവന് പ്രായം ഏകദേശം 13 വയസ്സ് മാത്രം. വളരെ പെട്ടെന്ന് തന്നെ ആന കേരളത്തിൽ തൻ്റെതായ സ്ഥാനമുറപ്പിക്കാൻ ഗണപതിക്ക് സാധിച്ചു. തൃശൂർ പൂരമടക്കം കേരളത്തിലെ ഒട്ടുമിക്ക പൂരങ്ങളിലും ഗണപതി തൻ്റെ സ്ഥാനമുറപ്പിച്ചു. പൂരപ്പറമ്പുകളിൽ അവൻ നിറസാന്നിധ്യമായി മാറി. എല്ലാ സൗഭാഗ്യവും നൽകി അനുഗ്രഹിച്ചെങ്കിലും ദൈവം അവന് ദീർഘായുസ് മാത്രം നൽകിയില്ല. അല്ലെങ്കിൽ ക്രൂരപീഡനങ്ങൾ കിട്ടുകൊടുക്കാതെ അവനെ എത്രയും വേഗം ഈ ലോകത്തു നിന്നും തിരിച്ചു വിളിച്ചു. ഇന്ന് പുലർച്ചെ ഗണപതി ആനക്കേരളത്തോട് എന്നേക്കുമായി വിട പറഞ്ഞു. മഞ്ഞപ്പിത്തവും യൂറിനറി ഇൻഫെക്ഷനുമാണ് മരണകാരണമെന്ന് പറയുമ്പോഴും ഏപ്രിൽ 17 വരെ ഉത്സവ പരിപാടികൾ എടുത്തിരുന്ന ആന എങ്ങനെ ചരിഞ്ഞു എന്ന ചോദ്യം ഉയരുകയാണ്. അതോ ആരോഗ്യമില്ലാത്ത ആനയെ യാതൊരുവിധ പരിശോധനകളും ഇല്ലാതെയാണോ ഉത്സവ പരിപാടികൾക്ക് എഴുന്നള്ളിച്ചത്? പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് വന്നാൽ മാത്രമേ ഗണപതിയുടെ യഥാർത്ഥ മരണകാരണം വ്യക്തമാകൂ. കൃത്യമായ ശ്രദ്ധയും പരിചരണവും നൽകിയിരുന്നുവെങ്കിൽ ആനയെ രക്ഷിച്ചെടുക്കുവാൻ സാധിക്കുമായിരുന്നു. മത്സര ഓട്ടം നടത്തുന്നതിനിടയിൽ ഇതെല്ലാം ആരോട് പറയാൻ, ആര് കേൾക്കാൻ? അകാലത്തിൽ നമ്മെ വിട്ടുപിരിഞ്ഞ ഗജരാജകുമാരൻ കരിവന്തല ഗണപതിയുടെ ഓർമ്മകൾക്ക് മുന്നിൽ കണ്ണീർ പ്രണാമം.